അജ്മഈൻ, എല്ലാ സൃഷ്ടികളുടെയും മേൽ. അതിൽ നിന്ന് ആരും പുറത്തല്ല. അതാണ് അൽ അള്ളാഹ് എന്ന ഇസ്മിന്റെ വിശദീകരണം. ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. ആ ഒരു പേരിന്റെ അർത്ഥമാണത്. ഈ അള്ളാഹ് എന്ന പദത്തിലേക്കാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാകളും എല്ലാ സിഫാത്തുകളും ശരി. നമ്മളെല്ലാം അള്ളാഹ് എന്നല്ല പറയാം. അപ്പൊ അള്ളാഹ് എത്ര പേരുണ്ട്? അള്ളാഹുക്ക് 99 പേര് മാത്രമല്ല ഉള്ളത്. അള്ളാഹുവിന് കുറേ പേരുണ്ട്. അതിൽപ്പെട്ട 99 പേരിനാണ് ആ മറ്റേ പ്രത്യേകത ഉള്ളത്. മൻ അഹ്സഹ ദഖലൽ ജന്ന. ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅതൻ ഇല്ലാ വാഹിദ. ഇന്ന ലില്ലാഹി, അള്ളാഹുവിനുണ്ട് എന്ത്? 99 ഇസ്മ, 99 പേര്. 99 പേര് അള്ളാഹുവിനുണ്ട് എന്നല്ല, അള്ളാഹുവിനുണ്ട് എന്ത്? 99 പേര്. അങ്ങനെ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് ഈ